മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം പ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം അവസരമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്ന പാട്ട്. ഞാനൊരു 2 മിനിറ്റ് കൂടെ നിർത്താട്ടോ. അപ്പം പരിവാറിന്റെ ക്ലാസ്സുകളെല്ലാം നമ്മള് ഫീസ് കൊടുത്തൊന്നുമല്ല, സൗജന്യമായി നടത്തുന്ന ക്ലാസ്സുകളാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ കഴിയുന്നത്ര പേരെ നിങ്ങൾ സേവ ചെയ്യാനായിട്ട്, അതായത് നമ്മള് സൗജന്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ഭഗവാൻ അതിൽ പറയുന്നത്, ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഈ സൂക്തങ്ങള് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി മുന്നോട്ട് നിങ്ങളൊക്കെ വരണം എന്നൊരു അപേക്ഷയാണ്. എല്ലാവരോടും അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആനന്ദോത്സവത്തിന് ആര് വിളിച്ചാലും വരുന്നത് തന്നെ. അതുകൊണ്ട് കഴിയുന്ന അത്ര പേര് ട്രെയിനറായിട്ടോ ടെക്കായിട്ടോ GC ആയിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ വകുപ്പിലോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിൽ വരിക. അതിന് നേരത്തെ ആശുഭയ്യയുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ seva.com എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അതിൽ പോവാ. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇപ്പൊ ഈയിടെ ഒരു ഇതുണ്ടായിരുന്നു, പ്രചാരക് എന്ന് പറഞ്ഞിട്ടൊരു സംബന്ധം. അതായത് വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പ്രചരിപ്പിക്കുക. ഗീതാ പരിവാറിന് ഇങ്ങനെ ക്ലാസ്സുകൾ ഉണ്ട് എന്നുള്ളത് പ്രചരിപ്പിക്കുക. അതിന് നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള പാംഫ്ലെറ്റ്സ്, ബാനറുകള്, സ്റ്റിക്കറുകള് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അയക്കാൻ പറ്റും. അഥവാ പറ്റുന്നില്ലെങ്കിൽ സ്മിതയുടെ അടുത്ത് പറഞ്ഞ എന്റെ നമ്പർ ചോദിക്കൂ, ഞാൻ അങ്ങനെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം, വിളിച്ചോളൂ എപ്പോഴാണെങ്കിലും. അത് നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങളൊരു അമ്പലത്തിൽ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരെല്ലാം കൂടുമ്പോൾ അവിടെ ആ നോട്ടീസ് മാതിരിയുള്ള സാധനമാണ് കൊടുക്കുക. നിങ്ങൾ 100 പേർക്ക് കൊടുക്കുമ്പോൾ 10 പേര് അപ്പൊ കീറിക്കളയും, ചിലർ കപ്പലണ്ടി പൊതിയാൻ എടുക്കും. എന്നാൽ ഒരാളെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ, ഒരാളെങ്കിലും ആ ഒരു ട്രാക്കിലേക്ക് വന്നാൽ അത് തന്നെ ഭഗവാന് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനമായിരിക്കാം. പ്രചാരക് ഗ്രൂപ്പിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാം. പിന്നെ സംസാരിക്കുമ്പോഴേ ഇങ്ങനെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത് എന്താന്ന് വെച്ചാൽ ഇത് വളരെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് അതിന് മലയാളികളുടെ ഇടയിൽ വളരെ അത്രയും പോപ്പുലർ ആയിട്ടില്ല ഗീതാ പരിവാറിന്റെ ക്ലാസ്സുകൾ. ദയവ് ചെയ്ത് ആ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളൊക്കെ എടുക്കണമെന്ന് പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളോട് പ്രത്യേകിച്ചും പറയുകയാണ് ഞാൻ. എല്ലാ സദസ്സിലും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യുക, പ്രചരിപ്പിക്കുക. അപ്പൊ ഭഗവാന്റെ സൂക്തങ്ങൾ എല്ലാവരും അറിയട്ടെ, അത് നല്ലതല്ലേ. അർഹരായവർക്ക് ഈ സൂക്തങ്ങൾ പകർന്നു കൊടുക്കുന്നതാണ് ഭഗവാന് പ്രിയം എന്നും 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാൻ ശ്രമിക്കുക. ഈ പ്രചാരക് ഗ്രൂപ്പിന്റെ ഇപ്പോ കണ്ണൂര് വെച്ച് 23-ാം തീയതി സമ്പൂർണ്ണ ഗീതാ യത്നത്തിന്റെ അന്ന് ഗീതാ ക്ലാസ് ഉണ്ട്. കണ്ണൂർ ഭാഗത്തു നിന്നുള്ള ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോവുക. നമ്മുടെ ഗ്രൂപ്പിൽ ഇടും എവിടെ വെച്ചാണെന്ന് നോക്കുന്നത്. കായംകുളം ഭാഗത്തുണ്ട്, അതിന്റെ ഒരു ഗീതാ യത്നം ഉണ്ട്. അനിൽകുമാർ പിള്ള എന്ന് പറഞ്ഞൊരു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ട്രെയിനർ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. കായംകുളം, കോട്ടയം, കൊല്ലം ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റുന്നവരൊക്കെ ചെല്ലാം. അന്നത്തെ നിങ്ങൾ 12-ാം അധ്യായെങ്കിലും പാടാൻ അറിയുന്നവർ പാടാം, നോക്കി പാടിയാൽ മതി കേട്ടോ. അതൊക്കെ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വരണം എന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. കുറെ പറയാൻ പറഞ്ഞു കുറെ പോകും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വേദങ്ങളിൽ, സാമവേദത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാന വരി എന്താ? എന്റെ കാതുകളിൽ നല്ലത് മാത്രം കേൾക്കട്ടെ, എന്റെ കണ്ണുകളിൽ നല്ലത് മാത്രം കാണട്ടെ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മുടെ ആപ്തവാക്യം ഭാരതത്തിന്റെ. അപ്പൊ എല്ലാവർക്കും നന്നാവട്ടെ. ഞാൻ പഠിച്ചു, ഞാൻ ആരും പഠിക്കണമെന്നില്ല. എല്ലാ വീട്ടിലും ഭഗവത്ഗീത എത്തട്ടെ, എല്ലാ വ്യക്തികൾക്കും ഭഗവത്ഗീത പാരായണം ചെയ്യാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം എന്നൊന്ന് ആഹ്വാനം ചെയ്ത്, നിങ്ങളുടെ മുഴുവൻ പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ കേട്ടോ. എല്ലാം കാണണം, എന്തൊക്കെ അങ്ങനെയാണെന്ന് അറിയണം. നിങ്ങൾ ഇത്രയും വിശദമായിട്ട് പറയണം. നിങ്ങൾ L1 ആയതുകൊണ്ടാണ്. നിങ്ങൾ LKG കുട്ടികളുടെ മാതിരിയാ, ആദ്യം വന്നിട്ടുള്ളൂ ഇതില്. അപ്പൊ അതിലിപ്പം നമ്മൾ പഠിക്കുന്നതെല്ലാം പ്രോംപ്റ്റ് ആയിട്ട് പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ആദ്യം കുറെ ബുദ്ധിമുട്ടുകൾ തോന്നും. പിന്നെ നിങ്ങൾ L2 ആവുമ്പോൾ നിങ്ങൾക്ക് തോന്നും L1 എത്ര എളുപ്പമായിരുന്നു എന്ന്. അതുകൊണ്ട് അത് മടിച്ചിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നത്. L1, L2, L3, L4 എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. പരീക്ഷകൾ എഴുതാൻ പറ്റുന്നവരൊക്കെ പരീക്ഷ എഴുതണം. നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഈ ഗീതാ പരിവാറിന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. നമ്മുടെ ഭാരതം മുഴുവനും, കേരളം മുഴുവനും ഈ ഭഗവത്ഗീത ഉണ്ടാവട്ടെ, അത് പ്രചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് ശ്രീകൃഷ്ണ.
Yes, Krishna. Thank you, Lidika. ബിജുജി ആ ബിജുജി അഭിരാമിജി ജോയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ലെന്ന് പറയുന്നു. അത് കണക്ഷന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, വേറെ ഇഷ്യൂ ഇല്ല, എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്, കണക്ഷന്റെ ആയിരിക്കും. ഓക്കെ, അടുത്തത് കവിതാജിയുടെ ധ്യാന ശ്ലോകം. ഹരി ഓം. കേൾക്കുന്നില്ലേ? എന്റെ വോയിസ് വരുന്നില്ലേ? ആ, ഹരി ഓം എല്ലാവർക്കും. ഒരു മിനിറ്റ് ഞാൻ എല്ലാവരോടും ഒരു നന്ദി പറയാം. ബിജുജിയോടും ശ്രീധരൻ സാറോടും ഇപ്പൊ ലതിക മാമിന്റെ കുറെ കാര്യങ്ങൾ ലതിക മാം പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും, സ്മിത മാമിനോടും എല്ലാവരോടും, ഗീതാ പരിവാറിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷ്ണു സഹസ്രനാമത്തിൽ കുറച്ച് ധ്യാന ശ്ലോകം ചൊല്ലി അറിയുന്നതായിരിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഹരിശ്രീ ഗണപതയെ നമ. അഭിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ധ്യാന ശ്ലോകം. സോറി. ശ്രീ ഗുരുഭ്യോ നമഃ. ക്ഷീരോദന്വത് പ്രദേശേ ശുചിമണി വിലസത് സൈകതേ മൗക്തികാനാം മാലാ ക്ലുപ്താസനസ്ഥസ്ഫടികമണി നിഭൈർമൗക്തികൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈർമുക്ത പീയൂഷവർഷൈഃ ആനന്ദീനഃ പുനിയാദരി നളിനഗദാ ശംഖപാണിർമുകുന്ദഃ ഭൂഃ പാദോ യസ്യ നാഭിർവിയത സുരനിലശ്ചന്ദ്രസൂര്യോ ച നേത്രേ കർണാവാശാ ശിരോദ്യോർമുഖമപി ദഹനോ യസ്യ വാസ്തേയമബ്ധിഃ അന്തസ്ഥം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈഃ ചിത്രം രമ്യത്തെ തം ത്രിഭുവന വപുഷം വിഷ്ണുമീശം നമാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികൃധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുധശ്യാമമായതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. താങ്ക് യു. ഹരി ഓം. താങ്ക് യു ജി. എന്താണ് എന്താണ് ശ്രീ അടുത്തത് പറയട്ടെ ചേച്ചി. ശ്രീ പത്മാവതി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് അവർക്ക് നാളെ എക്സാം ആണ്. ഹരി ഓം. വീഡിയോ ഓൺ ചെയ്യും മോളെ. വീഡിയോ ഇതിനകത്ത് അലോ അല്ല. അത് അച്ഛൻ ഭഗവത്ഗീത ക്ലാസ് കാണുന്നുണ്ട്, അപ്പം വീഡിയോ അലോ ചെയ്തിട്ടില്ല. ഓക്കെ, ചൊല്ലിക്കോളൂ. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേലഖിലം മധുരം വേണൂർമധുരോ രേണൂർമധുര പാണിർമധുര പാദ മധുരൗ നൃത്യം മധുരം സഖ്യം മധുരം
മധുരാധിപതേരഖിലം മധുരം ഗീതം മധുരം പീതം മധുരം ഭുക്തം മധുരം സുക്തം മധുരം രൂപം മധുരം തിലകം മധുരം മധുരാധിപതേരഖിലം മധുരം കരണം മധുരം തരണം മധുരം ഹരണം മധുരം സ്മരണം മധുരം ായി പോയതാണോ കഴിഞ്ഞതാണോ? മധുരഖിലം മധുരം മധുര യമുന സലിലം മധുരം കമലം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപീ മധുരാലീലാ മധുര യുക്തം മധുരം ഭുക്തം മധുരം ദൃഷ്ടം മധുരം ശിഷ്ടം മധുരാധിപതേരഖിലം മധുരം ഗോപാ യഷ്ടിർമധുരാ സൃഷ്ടിർമധുര ദലിതം മധുരം ഫലിതം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം. ധന്യവാദः. രഘുകുമാർ മോളുടെ അച്ഛന്റെ പേര് രഘുകുമാറാചാര്യ എന്നാണോ? അച്ഛന്റെ ആണ്. ഫോട്ടോ ആണോ ഇട്ടിരിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് ആണ്. പഠിക്കുന്നത്? ഏത് ബാച്ചിലാണ് പഠിക്കുന്നത് അറിയോ അച്ഛൻ? L4. ഓക്കെ. സമയം എപ്പോഴാ നമ്മളെ? 10 മണി. 9:30 രാത്രി 9:30. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7. പഠിക്കുകയാണ് കേട്ടോ. സംസ്കൃതം പഠിക്കണ്ടോ? ഉണ്ട്. ധന്യവാദം എന്ന് പറഞ്ഞപ്പോ തോന്നി. നല്ല കുട്ടി കേട്ടോ, മിടുക്കി. താങ്ക് യു. ധന്യവാദः. അടുത്തത് ശാരദ എൻ മേനോൻജി. ശേഷം ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ പ്രായമായിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ നാമത്തിന് പ്രായത്തിൻ്റെയും അസുഖങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. എല്ലാവരും അതനുസരിച്ച് എന്നെ മാപ്പാക്കുക, തെറ്റുപറ്റിയാൽ. ഒരു നാമം ഇന്നലെ ഗുരുവായൂർ പോയി തൊഴുതു വൈകുന്നേരം അപ്രതീക്ഷിതമായിട്ട്. അതൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. താങ്ക് യു മാം ലതികജി. ഇതൊരു ശ്രീകൃഷ്ണൻ മധുര വിട്ട് പോകുമ്പോൾ വിരഹിണിയായ മകളായ ഗോപസ്ത്രീകളുടെ പാട്ടാണ്. അവർ പറയുന്ന കൃഷ്ണനോട് പറയുന്നതായിട്ടുള്ളൊരു ചെറിയ നാമം. പൂകല്ലേ പൂകല്ലേ മധുരയ്ക്ക് കണ്ണ, വൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണ. പോകല്ലേ പോകല്ലേ മധുരയ്ക്ക് കണ്ണ, വൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണ. നന്ദയശോദ കുമാര കിശോര, വൃന്ദാവനവാസി അല്ലേ നീ കൃഷ്ണ. വെണ്ണപാൽ കട്ടുണ്ട നീലക്കാർ വർണ്ണ, വെണ്ണ കട്ടുണ്ണുവാൻ ആരുണ്ടു വേറെ. കണ്ണീരാൽ കേഴുന്നു പോകല്ലേ കണ്ണ, വൃന്ദാവനം ശൂന്യമാകില്ലേ കണ്ണ. പോകല്ലേ പോകല്ലേ മധുരയ്ക്ക് കണ്ണ, വൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണ.
പ്രേമത്തിൻ ധാരയാം രാധയോ കണ്ണ, പ്രേമിയാം നിന്നെ പിരിയുമോ കണ്ണ. ജീവന്റെ ജീവനാം കോടക്കാർ വർണ്ണ, നീരാത്ത ദുഃഖത്തിൽ ആഴ്ത്തല്ലേ കണ്ണ. പോകല്ലേ പോകല്ലേ മധുരയ്ക്ക് കണ്ണ, വൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണ. പീലിത്തിരുമൂടി പീതാംബരം കണ്ണ, കാലിൽ ചിലമ്പും അരമണിയും കണ്ണ. പീലിത്തിരുമൂടി പീതാംബരം കണ്ണ, കാലിൽ ചിലമ്പും അരമണിയും കണ്ണ. ഓടക്കുഴൽ വിളി നാദവും കണ്ണ, തേടിയലയില്ലേ ഗോപികൾ കണ്ണ. പോകല്ലേ പോകല്ലേ മധുരയ്ക്ക് കണ്ണ, വൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണ. ആലോല കല്ലോലിനിയായ മുനയും നീറുന്ന കാതോർത്ത് നിൽക്കുന്ന ഗോക്കളും, കാണാത്ത ദുഃഖത്തിൽ തേങ്ങില്ലേ കണ്ണ. വാനൊത്ത വർണ്ണ നീ പോകല്ലേ കണ്ണ. പോകല്ലേ പോകല്ലേ മധുരയ്ക്ക് കണ്ണ, വൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണ. വൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണ. വൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണ. ഹരി ഓം. ശാരദ മേനോൻ അല്ലേ? ശാരദ. ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും മധുരമായിട്ട് കണ്ണനെ വിളിച്ച എങ്ങനെ കണ്ണൻ പോവുക? എവിടെ പോവില്ല കേട്ടോ, കൂടെ ഉണ്ടാവും. ഭഗവാൻ ഇത്രയും മധുരമായിട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞ് പാടാൻ അറിയില്ല, പ്രായമായി എന്നൊക്കെ പറയുന്നത്. എത്ര ഭംഗിയായിട്ടാ പാടുന്നത്, അസലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അസലായി, വളരെ കൃത്യമായിട്ടെന്ന് പറയും, മനസ്സിൽ തൊടുന്ന പോലെ പാടിയത്. അസലായിട്ടുണ്ടായിരുന്നു. വിഷ്ണുപ്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദളായ ദായിനി ഹിരണ്യാകാശീർഭോവശഃ ശീലടങ്കാനകാലയേ ഇതോ നരസിംഹോ പരദോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബാഹിർനരസിംഹോ ഹൃദയേ നരസിംഹ നരസിംഹ മദീം ശരണം പ്രപദ്യേ തവ കരകമലവരേ നഗാ അത്ഭുത ശൃംഗാ ദാളിത ഹിരണ്യകശിപു താനുഭൃംഗ കേശവധൃത നരഹരി രൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ കേശവധൃത നരഹരി രൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരഹരി ജയ നരഹരി ജയ നരഹരി ജയ നരഹരി ജയ വിഘ്ന വിനാശൻ ജയ നരസിംഹദേവ് ജയ വിഘ്ന വിനാശൻ ജയ നരസിംഹ
नरसिंहदेव जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय भक्ता प्रहलाद जय भक्ता प्रहलाद जय भक्ता प्रहलाद जय भक्ता प्रहलाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद जय शील प्रभुपाद नित्य गौर हरि बोल हरि बोल हरि बोल नित्य गौर हरि बोल हरि बोल हरि बोल हरि 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 बोल उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्योर्मृत्योर्नमामृगम् श्री नरसिंह जय जय श्री नरसिंह जय प्रहलादेश्य जय पद्ममुख पद्मभृंग विघ्न विनाश नरसिंह भगवान की जय भक्त प्रहलाद महाराज की जय गौर प्रमानंदे हरि हरि बोल കൃഷ്ണഭക്തിയുള്ള ആ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പാട്ട് കേട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കേട്ടോ. വിഷ്ണുപ്രിയ സ്ലൈ. താങ്ക് യു. ബീനാജി. ഹരി ഓം. വലിയ പാട്ടുകാരിയൊന്നുമല്ല, എങ്കിലും പാടാൻ ഇച്ചിരി ഇഷ്ടമുള്ളത് കൊണ്ട് പാടുവാണേ. ചേച്ചി വീഡിയോ ഒന്ന് ഓണാക്ക് ചേച്ചി. വീഡിയോ ഓൺ ചെയ്യാം. വീഡിയോ ബീനാജിയുടെ സൗണ്ടും പോയോ? സൗണ്ട് മ്യൂട്ടായല്ലോ. സൗണ്ട് അല്ല ബീന, വീഡിയോ. ബീനാജിയുടെ വീഡിയോ ഓണായി, സൗണ്ട് കൂടി ഓണായി. അൺമ്യൂട്ട് ആണ്. പഠിക്കോ. അയ്യോ, വീണ്ടും മ്യൂട്ടായല്ലോ. വീഡിയോ കാണുന്നില്ല. ഇപ്പൊ ഓക്കെ ചേച്ചി. മ്യൂട്ടായി. ബീനാജി ഒന്നും ചെയ്യണ്ട, ബിജുജി ചെയ്യാം. ബിജുജി. ഓക്കെ. ആ. ഹരി ഓം. ഹരി ഓം. ഞാനൊരു ഭക്തിഗാനാ പാടുന്നത്, തെറ്റുണ്ട് ക്ഷമിക്കുക. തിരുവാറൻ കൃഷ്ണ നിന്നോമിൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നൻ ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. തിരുവാറൻ കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്ന ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. അഴലിൽ പിടന്നോർക്കു കരകേറാനവിടുത്തെ മിഴിയിലെ കാരുണ്യം മതിയല്ലോ. അഴലിൽ പിടന്നോർക്കു കരകേറാനവിടുത്തെ മിഴിയിലെ കാരുണ്യം മതിയല്ലോ. എരിയുന്ന തീ കുളിരേകാനറു ചിരിയൊന്നു മാത്രം മതിയല്ലോ. എരിയുന്ന തീയിലും കുളിരേകാനറു ചിരിയൊന്നു മാത്രം മതിയല്ലോ. തിരുവാറൻ കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നൻ ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. ആറൻ മലയിലെ മതിലകം ഗോകുലമായിട്ട്
അവിടുത്തെ ശ്യാമള കോമള വിഗ്രഹം അകതാരിലെന്നെന്നും കാണേണം. അവിടുത്തെ ശ്യാമള കോമള വിഗ്രഹം അകതാരിലെന്നെന്നും കാണേണം. തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നെൻ ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടാണ് അല്ലെ, എല്ലാരും ധാരാളം കേട്ടിട്ടുള്ള ഒരു പാട്ട്. അതെ, ആറന്മുള ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്. അടുത്തത് രാജലക്ഷ്മി ജി. രാജലക്ഷ്മി ജി. വീഡിയോ ഓൺ ആണ്. ഉണ്ട്. സൗണ്ട് കേൾക്കാമോ? ഓ ഫേസ് ഫുൾ ആയിട്ട് കാണുന്നില്ല, ഇത്തിരി കൂടി ഫേസ് താഴ്ത്തിക്ക് വരണം. ഓക്കെ. ഹരി ഓം. എനിക്ക് എല്ലാവർക്കും ഓരോ നന്ദി പറയണം. ബിജുജി, സ്മിതാജി, ലതികാജി, ഇതിന്റെ പിന്നിൽ ശ്രീധർജി, നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീധർജി, എല്ലാവരും വളരെ നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. നന്നായിരുന്നു ക്ലാസ്സുകളൊക്കെ, വേണ്ട ഹെൽപ്പൊക്കെ തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, എനിക്ക് ഒരുപാട് സഭാകമ്പം ഉള്ളൊരു വ്യക്തിയാണ്. എന്നാലും ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്കൊരു പാട്ട് പാടണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാണ്. തെറ്റുകുറ്റങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സുകളിലൂടെ തന്നെ നമുക്ക് കുറച്ച് ഇത് മാറി കിട്ടിയിട്ടില്ലേ? ഉണ്ട്. എന്നാലും എനിക്ക് ഒരുപാട് സഭാകമ്പമുള്ള ഒരു വ്യക്തിയാണ്. 10 പേരിരിക്കുന്ന ചെറിയ കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കും, എന്നാലും മുതിർന്നവരുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ എനിക്കൊരു പ്രയാസം തോന്നാറുണ്ട്. ഇത് ഒരു പ്രാക്ടീസ് ആണ്. അതെ, തീർച്ചയായിട്ടും. ശരി മാം, ഞാൻ പാടുവേ. ഓ, മാം സോറിയേ, ഞാൻ ഒരു മ്യൂസിക് ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ടാ. ഇതിൽ തന്നെ ചെയ്യാനോ? അതേ ഡിവൈസിൽ തന്നെയാണോ മ്യൂസിക് ഇടുന്നത്? അതെ, പറ്റും, ഞാൻ ചെയ്യാം. അതെ, കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയില്ലെങ്കിൽ ഞാൻ അല്ലാതെ ചെയ്യാം കേട്ടോ. കേൾക്കാം. ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നില്ല, വരാത്താണോ? ആണോ? അവിടെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കേൾക്കുന്നില്ല. ആണോ? നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ, പാഴ്മുളം തണ്ടല്ലയോ. നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്നൊരാലില തുണ്ടല്ലയോ ഞാൻ, ആലിലത്തുണ്ടല്ലയോ. നിന്റെ കാൽപാദത്തിനോർമ്മയിൽ മാത്രമാണെന്റെ ഈ ജന്മസഞ്ചാരം. എന്റെ ജീവാണുവിൽ ഓരോന്നിലും സദാ നീയൊരാ ഗുരുവായൂരപ്പ, നീയൊരാൾ ഗുരുവായൂരപ്പ. നീ എന്ന ഗാനത്തെ
കണ്ടല്ലയോ. ക്ലിയർ അല്ലല്ലോ, കേൾക്കുന്നില്ല അല്ലേ? കഴിഞ്ഞോ? ഇല്ല, കുറച്ചും കൂടെ ഉണ്ട്. ആ ശരി. കേൾക്കാൻ പറ്റുന്നുണ്ടോ മാം? ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് break out. കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ആ ശരി ശരി. ഉണരുമ്പോഴാദ്യമെൻ കണ്ണിലേക്കെത്തുന്ന പുലരിയാണഞ്ജനാകർണ്ണൻ. ഉണ്ണുന്നൊരന്നത്തിനോരോ മണിയിലും ഉണ്ടവൻ നന്ദകിശോരൻ. ഞാനറിയാതെന്റെ നാവിലെ നാദമായി കൂടെ ഇന്നോളം മുകുന്ദൻ. നിദ്ര വരാത്തൊരു പാതിരാവിൽ വന്നു തട്ടിയുറക്കുന്ന തോഴൻ. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാൽമുളം തണ്ടല്ലയോ ഞാൻ, പാൽമുളം തണ്ടല്ലയോ. ഉരുകുന്ന നേരം പൊഴിക്കുന്ന കണ്ണില് ചുടുമിഴി നീരിലും കണ്ണൻ. വനമാല മലരായി ഞാൻ തിരിക്കാനുള്ള വഴിയേകിടും ഗോപബാലൻ. ഗുരുവെന്ന ഭാവമില്ലാതെന്നോടെപ്പോഴും ശരിയേകിടുന്ന ഗോവിന്ദൻ. മരണത്തിലും വന്ന് മുറുകെ പിടിക്കുന്ന പരമേക ബന്ധു ശ്രീകാന്തൻ. നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാൽമുളം തണ്ടല്ലയോ ഞാൻ, പാൽമുളം തണ്ടല്ലയോ. നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്നൊരാലിലത്തുണ്ടല്ലയോ ഞാൻ, ആലിലത്തുണ്ടല്ലയോ. കഴിഞ്ഞു. വളരെ നന്നായിട്ട് പാടി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടിയില്ല എങ്കിൽ പോലും നന്നായിട്ട് ചൊല്ലി, നന്നായിട്ട് പാടി. ലതികാജി പറയൂ. ധാരാളം കേട്ടിട്ട പാട്ടാണ് ഇതും. ഒന്നും പറയാനില്ല, നന്നായിട്ട് ട്ടോ. പിന്നെ രാജലക്ഷ്മി, ബീന രണ്ടുപേരും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ പാടുന്ന ഭഗവാന്റെ മുമ്പിലാട്ടോ, ഞങ്ങളുടെ ഒന്നും മുമ്പിലല്ല. പാടുമ്പോ ഭഗവാൻ മാത്രം മതി. അത് ഉണ്ണിക്കണ്ണനായിട്ടോ വലിയ ധർമ്മോപദേശം ചെയ്യുന്ന കൃഷ്ണനായിട്ടോ എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ സങ്കല്പം, അങ്ങനെ വെച്ചോളൂ. ഞാൻ എപ്പോഴും പാടുന്ന ഉണ്ണിക്കണ്ണന്റെ അടുത്താണ്. തെറ്റിയാലും കുഴപ്പമില്ലല്ലോ, കൊച്ചുകുട്ടിയല്ലേ, അവളെന്ത് പാടിയാലും കേൾക്കുമല്ലോ അല്ലേ. ഈ പാട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കേട്ട് എനിക്കിത് കേൾക്കുമ്പോഴും പാടുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ടൊരു പാട്ടാണ്. അതെ അതെ, ജയചന്ദ്രൻ മാഷ് പാടിയത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഫീലാ. ചേച്ചി ഇനി 4 മിനിറ്റുള്ള എക്സിറ്റ് അടിച്ചിട്ട് ഒന്ന് കൂടി കയറിയാലോ ചേച്ചി, അടുത്ത സെക്ഷനോട് കൂടി തീരും. അതെ അതെ, എക്സിറ്റ് അടിക്കട്ടെ. എല്ലാരും കേറണം കേട്ടോ, എല്ലാരും ജോയിൻ ചെയ്യണേ. ബാക്കിയുള്ളവരെയും കൂടെ കേൾക്കണം.